തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രൂപം കൊണ്ട പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വൻ വഴിത്തിരിവ്. ഭരണകക്ഷിയായ തമിഴക വെട്രിക്കഴകം നേതൃത്വം നൽകുന്ന ക്യാബിനറ്റിൽ നിന്ന് തങ്ങൾ എപ്പോൾ വേണമെങ്കിലും രാജിവെച്ച് പുറത്തുപോയേക്കാമെന്ന് വിടുതലെ ചിരുതകൾ കക്ഷി അധ്യക്ഷൻ തോൾ തിരുമാവളൻ പറഞ്ഞിരിക്കുകയാണ്. ഇത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കാരണം വിജയ്ക്ക് അവിടെ തമിഴ്നാട്ടിൽ, അതായത് തമിഴക വെട്രിക്കഴകത്തിന് തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു പൂർണ്ണമായ അംഗബലം ഇല്ലായിരുന്നു. ഈ ഓരോ ചെറിയ ചെറിയ ഘടകകക്ഷികളിൽ നിന്ന് അടക്കമാണ് അവരെയൊക്കെ മന്ത്രിയാക്കിക്കൊണ്ടാണ് വിജയ് ഇപ്പോൾ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ടിക്കാരും വിജയുടെ ടിവിക്കിൽ നിന്നും കൊഴിഞ്ഞു പോകുമ്പോൾ അത് വിജയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറും. സർക്കാർ തന്നെ ചിലപ്പോൾ നിലം പൊത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. സംസ്ഥാനത്ത് അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ രാഷ്ട്രീയ അട്ടിമറിയാണ് അരങ്ങേറിയത്. പരമ്പരാഗത രാഷ്ട്രീയ കക്ഷികളായ DMKയും AIADMKയും പരാജയപ്പെടുത്തി നടൻ വിജയുടെ TVK അധികാരം പിടിക്കുകയായിരുന്നു. AIADMK മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് വലിയ അമ്പരപ്പുണ്ടാക്കി. ഭരണവിരുദ്ധ വികാരം വോട്ടായി മാറ്റാൻ വിജയ്ക്ക് സാധിച്ചു. വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴകം വെട്രിക്കഴകം തിരഞ്ഞെടുപ്പിൽ നേടിയ ഉജ്ജ്വലമായ വിജയം തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണോ എന്ന ചോദ്യം ഉയർത്തിയിരുന്നു. വർഷങ്ങളായി സംസ്ഥാനം ഭരിച്ചിരുന്ന DMKക്ക് ജനങ്ങൾ തങ്ങളുടെ വോട്ടിലൂടെ വലിയൊരു മുന്നറിയിപ്പാണ് നൽകിയത്. ഈ പരാജയത്തിന് പിന്നാലെയാണ് വർഷങ്ങളായി തുടർന്നു വന്ന DMK സഖ്യത്തിൽ വിള്ളലുണ്ടാകുകയെന്നും TVKക്ക് പിന്തുണ കൂടിയതും കോൺഗ്രസ്, VCK, മുസ്ലിം ലീഗ് തുടങ്ങിയ പ്രമുഖ കക്ഷികൾ DMK സഖ്യം ഉപേക്ഷിച്ച് വിജയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത്. വിജയുടെ മന്ത്രിസഭയിൽ VCK ചേർന്നത് മുതൽ തോൾ തിരുമാവളന്റെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് കടുത്ത വിമർശനങ്ങളാണ് വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. സഖ്യവുമായി ബന്ധപ്പെട്ട അദ്ദേഹം പലപ്പോഴും വ്യത്യസ്ത നിലപാടുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞിരുന്നു. അതിനിടെയാണ് മന്ത്രിസഭയിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും പിന്മാറുമെന്ന് പ്രഖ്യാപനം നടത്തി തിരുമാവളവൻ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ വീണ്ടും ഞെട്ടിച്ചിരിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ DMKയുടെ ഏറ്റവും വിശ്വസ്തനായ സഖ്യ കക്ഷികളിൽ ഒന്നാണ് VCK. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയതോടെ അവർ പുതിയ ശക്തിയായ TVKയോടൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. തിരുമാവളന്റെ ഇപ്പോഴത്തെ വാക്കുകൾ വെളിപ്പെടുത്തുന്നത് വിജയമായുള്ള ഈ പുതിയ സഹകരണം ഒരു താത്കാലിക രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്ന ഒരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഒരു സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് VCK നേതാവ് തോൾ തിരുമാവളൻ തന്റെ മനസ്സ് തുറന്നത്. TVKക്ക് പിന്തുണ നൽകിയതിനെ പരിഹസിച്ചവർക്കെതിരെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. TVKയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് തമിഴ്നാട്ടിൽ ഒരു ഭരണം സ്ഥാപിക്കാൻ ഞങ്ങൾ അവർക്ക് പിന്തുണ നൽകി. ആ പിന്തുണയ്ക്കുള്ള അംഗീകാരവും പ്രതിഫലവുമാണ് ഞങ്ങൾക്ക് ലഭിച്ച മന്ത്രിസ്ഥാനം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ചിലർ തങ്ങളുടെ ഈ നിലപാടിനെയും എന്നെ നോക്കി പരിഹസിക്കുന്നുവെന്ന് എനിക്കറിയാം. അത്തരം ആളുകൾക്ക് തക്കതായ മറുപടി നൽകാൻ എനിക്ക് വലിയ ബാധ്യത ഉണ്ട് എന്നാണ് തോളവാൻ പറയുന്നത്. TVKയുടെ ഉള്ളിൽ ഉള്ള സംശയങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവരുടെ മന്ത്രിസഭയിൽ പങ്കാളിയായത്. ഇടതുപക്ഷ കക്ഷികൾ സർക്കാരിന് വെളിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തിരുമാവളവനും മാനസികമായി ഈ ഭരണത്തിന് പുറത്തു തന്നെയാണ് നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയത്തിൽ ചില പ്രശ്നങ്ങളുണ്ടാകാം, ചില മാറ്റങ്ങളുണ്ടാകാം എന്നാണ് VCK പറയുന്നത്.